ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തില്ലെങ്കിൽ ഈ 55-ാം വയസ്സിൽ ഞാൻ 5 വർഷം പ്രസിഡൻ്റായിരുന്നില്ലേ? ഞാനും രമേശും ശോഭയും ഒക്കെ യുവമോർച്ച കാലം മുതൽ ഞങ്ങൾക്ക് എല്ലാ അവസരങ്ങളും കിട്ടിയത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ പ്രായത്തിനിടയിൽ ഈ പദവിയിലെത്തുന്നു. പണ്ട് കാലത്ത് രാജഗോപാൽജി, രാമപിള്ള സാർ, മാരാർജി അങ്ങനെയുള്ള ഒരു 3 പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ CKP, അതുപോലെ ശ്രീധരൻ മാസ്റ്റർ, അങ്ങനെയുള്ളൊരു ടീം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീധരൻപിള്ള സാറ്, മുരളിയേട്ടൻ, കൃഷ്ണദാസി, അങ്ങനെ ഒരു ജനറേഷൻ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ MT രമേശ്, സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ, NR, അങ്ങനെയുള്ളൊരു ജനറേഷൻ വന്നു. ഈ ജനറേഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ കോൺഗ്രസ്സിലെ പോലെ CPM-ലെ പോലെ കിട്ടിയ അധികാരം മറ്റാർക്കും കൊടുക്കില്ല. ഞങ്ങൾ തന്നെ എല്ലാ കാലത്തും ഭരിക്കണമെന്നുള്ളൊരു നില BJP-യിലില്ല. BJP എല്ലാ കാലത്തും പുതിയ രക്തം വരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. എല്ലാവർക്കും അവസരം കൊടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു പാനലാണ് ഇത്തവണ BJP ജില്ലാധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന 3 ജില്ലകളിലും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് സംസ്ഥാന തലത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു അഭിപ്രായവും വ്യത്യാസവും ഇല്ലാതെ പൂർണ്ണമായിട്ടും സംഘടനാ പർവ്വം മുന്നോട്ട് പോവുകയാണ്. ആർക്കും അതിന് ഒരു തരത്തിലുള്ള കല്ലുകടിയും ഉണ്ടാവുകയും. അല്ല, ധാരാളം പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള നോമിനേഷൻസ് ഇപ്പോൾ ഇന്നലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. 3 ജില്ലകളിലേക്കുമുള്ള നോമിനേഷൻ എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്നു. അല്ലാതെ അതായത് പുറത്തുനിന്ന് വിമർശിക്കുന്നതിന് പകരം സംഘടനയ്ക്കകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ പാർട്ടികളും ഇത്രയും എക്സസൈസ് നടത്താറില്ല. കോൺഗ്രസ് നേരെ എന്താ ചെയ്യുന്നത്? അവർ നോമിനേറ്റ് ചെയ്യുന്നു. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ താഴെ തലത്തിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തി ഒരു കൺസെൻസസിലെത്തുകയാണ്. അപ്പോൾ ഓരോ ജില്ലകളും അവരവരുടെ ജില്ലയിലെ ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. ഞങ്ങൾ സ്റ്റേറ്റിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് ചിന്തിക്കുമ്പോൾ മൊത്തത്തിലുള്ള 30 ജില്ലകളെയും കൂടിയായിട്ട് ഞങ്ങൾ കണക്കാക്കും. അപ്പോൾ ഈ സാമുദായിക പരിഗണനകൾ വേണ്ടി വരും, വനിതാ പ്രാതിനിധ്യം വേണ്ടി വരും, യൂത്ത്സിൻ്റെ പ്രാതിനിധ്യം വേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് പേരുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില മാറ്റങ്ങൾ വരുന്നത്. അല്ല, അതിപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് സെൻട്രൽ പാർട്ടി നടത്തുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ഇപ്പം ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യമാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്റ്റേറ്റ് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുമ്പോൾ സെൻട്രൽ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ഉണ്ട്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, അതൊന്നും ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേസ് വരുമ്പോഴും കേസ് വരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. കേസ് മാറുകയാണെങ്കിലും എനിക്കറിയില്ല, കേസ് തുടരുകയാണെങ്കിലും എനിക്കിപ്പോൾ അത് പറയാനുള്ള ഞാൻ അതിൻ്റെ ശേഷിയിലെത്താണ്. ഒരു ഭരണം പോയില്ല. ഇത് പന്തളത്ത് എന്തായിരുന്നു വേളം അല്ലേ? ഏതാര്? അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കേട്ടില്ല? ഈ പാലവീണ ജയിത്താൻ എന്ന് പറയുന്നത് മലബാറിലെ ഒരു പാല വീണു പോയാലേ ജയിത്താനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അയാൾ തന്നെ പാലവീണ ജയിത്താനെ പോലെ നടക്കുകയാണ്. പിന്നെയാണ് അയാളെപ്പോഴും ആരെങ്കിലും പോവോ? ജയിക്കൂന്നല്ലാതെ തോക്കുന്നുണ്ടോ? പിന്നെന്താ? അത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ട് അവർ പറയട്ടെ. അല്ല, അവരോട് ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട. ഒന്നുമില്ല സാറേ, ഒരാൾക്കും അവിഹിതമായി ഇടപെടാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ആഗ്രഹിക്കുന്ന എല്ലാവരെയും പിടിച്ച് 30 പേരെ എനിക്ക് ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ ആർക്കും പറ്റില്ല. ഒരു ഡിവൈഎഫിന് ജില്ലാ സെക്രട്ടറി പിറ്റേ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി ആവാന്ന് പറയുന്നത് അസ്വാഭാവികതയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പിറ്റേ ദിവസം പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആവാന്ന് പറയുന്നത് അസ്വാഭാവികത. അത്തരം ഒരു അസ്വാഭാവികത പാലക്കാട് സംഭവിച്ചു എന്നാണ് അവിടുത്തെ കൗൺസിലർമാർ. ഇല്ല, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയി. അപ്പോൾ നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ? വയനാട് ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി ആയി. എന്തായിരുന്നു അയാളതിന് മുമ്പ്? അയാളെന്തായിരുന്നു അതിന് മുമ്പ്? അല്ല, അതിന് ശേഷം ഇതിലെന്തിരിക്കുന്നു? അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, ലോവർ ഏജ് ലിമിറ്റിനെ പറ്റി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയില്ല. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഉണ്ട്. നിരവധി നേതാക്കൾ മുസ്ലിങ്ങളായിട്ട് BJP-യിലുണ്ട്. അടുത്ത പുനഃസംഘടനയാവുമ്പോൾ ചുരുങ്ങിയത് ഒരു ജില്ലയിലെങ്കിലും മുസ്ലിം ജില്ലാ പ്രസിഡന്റ് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തരത്തിലുള്ള മത്സരത്തിന് സാധ്യതയുണ്ടോ? മത്സരം ഇല്ലെന്ന് എവിടെ ഈ മത്സരം? മത്സരമൊക്കെ പത്രത്താളുകളിലേ ഉള്ളൂ, ഞങ്ങൾക്കിടയിലില്ല. ഈ BDJS കോട്ടയത്ത് അവർ പ്രമേയം പാസ്സാക്കിയിരുന്നു, ഇന്ത്യ വിട്ട് പുറത്തു വന്നത്. അത്തരത്തിലുള്ളൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഇല്ല, അങ്ങനെ BDJSന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ NDA ചേർന്നത്. അത് BDJS അത്തരം തീരുമാനമെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഒരു കാരണവശാലും NDA വിട്ട് പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതിപ്പോൾ ജില്ലകൾ പറയുമല്ലോ, ജില്ലകളിലായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ വസ്തുത. അവഗണന പിന്നെ അതുപോലെ തന്നെ ഇവിടെ അന്വേഷണം പുറത്താക്കിയത് എല്ലാവരും മാറുന്നു. സംസ്ഥാന ഓഫീസ് പണിതിട്ടുണ്ട്. ഉദ്ഘാടനം കഴിച്ചിട്ടില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഓഫീസിന്റെ കാര്യം അന്ധവിശ്വാസമാണ്. ഓക്കെ, അല്ല, അത് പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യ, പിന്നെ ബൂത്തുകളുടെ എണ്ണം, ഇതെല്ലാം ആവറേജ് നോക്കിയിട്ടാണ്. പിന്നെ ഇത് ഭൗമശാസ്ത്രപരമായ, നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഇതെല്ലാം നോക്കിയിട്ടാണ്. അദ്ദേഹം നല്ല MP ആണെന്ന് അവിടെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമില്ല. മേയറൊക്കെ തന്നെ പറഞ്ഞില്ല. ഞങ്ങൾ വിലയിരുത്തൽ എന്തിനാണ് തെറ്റുന്നത്? എതിരാളികൾ തന്നെ സമ്മതിക്കല്ലേ. സുനിൽകുമാർ പിന്നെ അന്ന് നമ്മൾ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നില്ലേ? ഇല്ല, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. കുറച്ചുകൂടി പരിശോധന വേണം തോന്നിയതാണ്. അങ്ങനെയാണല്ലോ. നമുക്കിപ്പോൾ പല ഘടകങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണല്ലോ ജില്ലാ പ്രസിഡന്റുമാരെ മൊത്തത്തിൽ തീരുമാനിക്കുന്നത്. അത് വൈകില്ല, അധികം വൈകില്ല. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് BJP. കാക്കത്തൊള്ളായിരം വക്താക്കൾ ജനറൽ സെക്രട്ടറി ആവുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അത് മറന്നുപോയോ? നിങ്ങളിങ്ങനെ ഓരോന്ന് അടിച്ചു വിടുക ആൾക്കാരെ, എന്നിട്ട് കുഴിയിലിറക്കും. കാക്കത്തൊള്ളായിരം വക്താക്കളുണ്ട് KPCC. പിന്നല്ല, BJPയിലെ ഒരു അല്ല, അദ്ദേഹം BJPയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. BJPക്ക് 300 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. കോൺഗ്രസ് അത്ര വിഡ്ഢികളൊന്നും അല്ലല്ലോ.